ബാഗി 4 ബാഗി ഫ്രാഞ്ചൈസ് കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇത് ഓരോ സിനിമയും, അതായത് ഈ ഫ്രാഞ്ചൈസിലെ ഓരോ സിനിമയും ഓരോ സിനിമകളുടെ റീമേക്കാണ്. തെലുങ്ക് മൂവി ആയിട്ടുള്ള പ്രഭാസിന്റെ വർഷം എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ റീമേക്കായിരുന്നു ബാഗി 1. ബാഗി 2 എന്ന് പറയുന്നത് ക്ഷണം എന്ന് പറയുന്ന ആദിവിശേഷിന്റെ മൂവിയുടെ റീമേക്കായിരുന്നു. ബാഗി 3 എന്ന് പറയുന്നത് വേട്ടൈ എന്ന് പറയുന്ന ആര്യയും മാധവനും സമീത റെഡ്ഡിയൊക്കെ അഭിനയിച്ച മൂവിയുടെ റീമേക്കായിരുന്നു. ബാഗി 4 എന്ന് പറയുന്നത് ഇപ്പോൾ ഐന്ത് 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 എന്ന് പറയുന്ന 2013 ഇറങ്ങിയ ഒരു മൂവിയുടെ റീമേക്കാണ്. സോ ബോളിവുഡിൽ നമുക്കറിയാം, ഒറിജിനൽ കണ്ടന്റിന്റെ പുറകെ പോകാൻ അവർക്ക് വലിയ താല്പര്യമില്ല. അതിപ്പോൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും ഒന്നെങ്കിൽ ഹോളിവുഡിൽ ടോം ക്രൂസിന്റെ ഏതെങ്കിലും പടത്തിന്റെ സ്റ്റണ്ട് സീനൊക്കെ ആയിരിക്കും മുക്കാറും ആക്ഷൻ പടങ്ങളിൽ വരുന്നത്, അല്ലെങ്കിൽ ടെററിസം അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ബാരമുല്ല പോലത്തെ ചെറുതായിട്ട് പ്രൊപ്പഗന്ത പറയുന്ന കാശ്മീരി ഫയൽസ് അങ്ങനെയുള്ള ഒരു മൂവീസ് ഒരു സൈഡിൽ. സോ അങ്ങനെ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അമീർ ഖാൻ്റെ മൂവീസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ മൂവീസ്, അല്ലെങ്കിൽ വെബ് സീരീസ്, അമിതാഭ് ബച്ചൻ്റെ മൂവീസ്, അങ്ങനെയുള്ള വളരെ കുറച്ച് മൂവീസാണ് എക്സെപ്ഷൻ ബോളിവുഡിൻ്റെ. സോ ഈ ഒരു മൂവി ഭാഗ്യ 4-നകത്ത് സഞ്ജയ് ദത്ത്, ഉപേന്ദ്ര ലിമായെ, സൗരഭ് സച്ചിദേവ എന്നിങ്ങനെ ഒരു ബഞ്ച് ഓഫ് നല്ല ആക്ടേഴ്സ് ഉണ്ട്. നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള മറാഠി ആക്ടർ ഉപേന്ദ്ര ലിമായ, അദ്ദേഹം റീസെൻ്റ് ആയിട്ട് ഹിന്ദിയിലും തെലുങ്കിലൊക്കെ വരാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയിലെ പെർഫോമൻസ്, ഇദ്ദേഹത്തിന് മാത്രമല്ല സഞ്ജയ് ദത്ത്, ഉപേന്ദ്ര ലിമായ, സൗരഭ് സച്ചിദേവ. സോ സൗരഭ് സച്ചിദേവ ഈ ഒരു ആക്ടിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ആളാണ് റിയൽ ലൈഫിൽ. സോ ഇവരെ കൊണ്ടെല്ലാം സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും ഓവർ ആക്ടിങ് ചെയ്യണം എന്നുള്ള നിർബന്ധം പോലെയാണ് സംവിധായകൻ ഒരുക്കി നിർത്തിയേക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഇതിൽ സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടറൊക്കെ വളരെ ക്ലീശയാണ്. ഈ ഒരു ബാഗി 4-ന്റെ സ്റ്റോറി നമ്മൾ എടുത്താൽ തന്നെ, അതായത് ഈ ഒരു ക്യാരക്ടർ രേഖ ഷറഫിൻ്റെ ക്യാരക്ടറിന് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു. ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞ് ഈ ഒരു അദ്ദേഹത്തിന് ആ ഒരു സെൻസസിലോട്ട് വരുമ്പോൾ അദ്ദേഹം ഒത്തിരി ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ലവർ ആ ഒരു കാർ ആക്സിഡൻറ്റിലുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയെക്കുറിച്ച് ആർക്കും ഒന്നും തന്നെ അറിയാത്ത ഒരു ക്യാരക്ടർ. സോ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഉണ്ടോ, അതാരാണ്, എന്താണെന്നുള്ളതൊക്കെയാണ് സിനിമയുടെ കഥ. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യം കുറച്ച് സ്പോയിലർ ആയിരിക്കും. കാരണം ഇദ്ദേഹത്തിന് ലവർ ഉണ്ടായത് സഞ്ജയ് ദത്തിന്, അതും ഈ ഒരു സെയിം മുഖമുള്ള ഒരു പെൺകുട്ടിയാണ്. സോ ആ ഒരു പെൺകുട്ടിയെ മരിച്ചു പോകും, ഒരു സാഹചര്യത്തിൽ ആ ഒരു പെൺകുട്ടി മരിച്ചു പോകുന്നു. സോ അപ്പോൾ അൺഎക്സ്പെക്റ്റഡ്ലി സഞ്ജയ് ദത്ത് ഈ ഒരു പെൺകുട്ടിയെ കാണുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിയെ അബ്ഡക്റ്റ് ചെയ്യുന്നു. പിന്നെ അങ്ങോട്ട് ഉള്ള സംഭവങ്ങളാണ്. സോ അവസാനം ഒരു വലിയ ഫൈറ്റ്, അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ ഒരു, നമ്മൾ കാണാത്ത കഥയൊന്നുമില്ല, നമ്മൾ പല പ്രാവശ്യം കണ്ട് മടുത്ത കഥ തന്നെയാണ് ഇത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. സോ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാഷണൽ അവാർഡ് വിന്നേഴ്സ് ആയിട്ടുള്ള ഉപേന്ദ്ര ലിമായി, നല്ല കപ്പാസിറ്റിയുള്ള വില്ലനായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന സഞ്ജയ് ദത്ത് ആണെങ്കിലും, അഭിനയം പഠിപ്പിക്കുന്ന സൗരഭ് സച്ചിദേവയാണെങ്കിലും അവരുടെ ആരുടെയും കുഴപ്പമില്ല. കാരണം ഇങ്ങനെയുള്ള സ്റ്റോറിയിൽ, ഇങ്ങനെയുള്ള മേക്കിങ്ങിൽ ഇതിൽ കൂടുതലൊന്നും പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം അങ്ങനെ ഒരു രീതിയിലാണ് അഭിനയിപ്പിച്ചിരിക്കുന്നത്. സോ അത് സിനിമയുടെ ഒരു പ്രധാന പ്രശ്നമാണ്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാര്യമില്ലാത്ത ഇതുപോലെ ടൈഗർ ഷറഫിൻ്റെ മൂവീസ്, ഇങ്ങനെയുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഇന്റർവൽ ബ്ലോഗിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് മാത്രമാണ് സിനിമയുടെ പോസിറ്റീവ്. ബാക്കിയൊന്നും തന്നെ പോസിറ്റീവ്സ് ഇല്ല. ഈ ഒരു നായികയായിട്ട് അഭിനയിക്കുന്ന ഈ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് ചിലയിടങ്ങളിൽ കൊള്ളാം, ചിലയിടങ്ങളിൽ പോരാ എന്നുള്ള രീതിയിലാണ്. അല്ലാതെ കാര്യമായ പോസിറ്റീവ്സ് ഒന്നും ഇല്ലാത്തൊരു മൂവിയാണ്.